നമുക്ക് കേരളത്തിലേക്കൊന്ന് പോകാം. സംസ്ഥാനത്തെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ ഒരു മുറികളും തുറക്കരുതെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഉത്തരവ്. സീൽ ചെയ്യാത്ത മുറികളും വോട്ടെണ്ണൽ കഴിയുന്നതുവരെ തുറക്കരുതെന്നാണ് ഉത്തരവിൽ പറയുന്നത്. പാലക്കാട് വിക്ടോറിയ കോളേജിലെ സ്ട്രോങ് റൂം തുറക്കാനുള്ള നീക്കം തടഞ്ഞുകൊണ്ടാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കടുത്ത നിലപാട് സ്വീകരിച്ചത്. വിവരങ്ങൾ നൽകാൻ രഞ്ജിത്ത് ചേർന്നുണ്ട് തലസ്ഥാനത്ത് നിന്നും. രഞ്ജിത്ത്, വളരെ നിർണായകമായ ഒരു ഉത്തരവ്, ഒരു മുറികളും തുറക്കരുത്, വോട്ടെണ്ണൽ കഴിയും വരെ. എന്തായാലും ഈ വിക്ടോറിയ കോളേജ് സ്ട്രോങ് റൂം തുറക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു. അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ അവസാന നിമിഷം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തടഞ്ഞു വെച്ചത്? ഒപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രം സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമിന് സമീപത്തെ മുറി തുറന്നത്. കഴിഞ്ഞ ദിവസം അത് C17A ഫോം, അതായത് ഈ ഒരു ബൂത്തിൽ വോട്ട് ചെയ്ത വോട്ടർമാരുടെ പൂർണ്ണമായ രേഖകളടങ്ങിയ ഒരു ഫോമാണ്. ആ ഫോം ആ റൂമിനുള്ളിൽ പെട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥരെത്തിയത്. എന്നാൽ ഈ ഉദ്യോഗസ്ഥർ എത്തുന്നത് രാഷ്ട്രീയ പാർട്ടികളെയോ അവരുടെ ഏജന്റുമാരെയോ അറിയിച്ചിരുന്നില്ല എന്നുള്ള വലിയ വിവാദമുണ്ടായിരുന്നു. പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെ മാത്രമല്ല, കോഴിക്കോട്ടെ 8 നിയോജക മണ്ഡലങ്ങളിലെ EVM യൂണിറ്റുകൾ സൂക്ഷിക്കുന്നതാണ് വെള്ളിമാട് കുന്നിലെ CET കോളേജ്. ആ വെള്ളിമാട് കുന്നിലെ CET കോളേജിലെ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെ സ്ട്രോങ് റൂമാണ് കഴിഞ്ഞ ദിവസം തുറന്നതായുള്ള ആക്ഷേപം ഉയരുന്നത്. എന്നാൽ സ്ട്രോങ് റൂമല്ല തുറന്നത്, അതിന് വശത്തുള്ള മറ്റൊരു റൂമാണ് തുറന്നതെന്നും ആ റൂം സീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നും കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ വ്യക്തമാക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെയോടുകൂടി പാലക്കാട് വിക്ടോറിയ കോളേജിലുള്ള നെന്മാറ നിയോജക മണ്ഡലത്തിലെ സ്ട്രോങ് റൂമിന് സമീപത്തെ മെറ്റീരിയൽ റൂം തുറക്കാനുള്ള നീക്കം നടത്തിയത്. ഇത് സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചില അറിയിപ്പുകൾ നൽകിയിരുന്നു. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറി ഈ മുറിയിൽ വച്ച് മറന്നുപോയി എന്നും ആ ഡയറി എടുക്കുന്നതിന് വേണ്ടിയാണ്, അതായത് അതിൽ ചില നിർണായകമായ വിവരങ്ങളുണ്ട്, അത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു വിശദീകരണം നൽകിക്കൊണ്ടാണ് ഇന്ന് പാലക്കാട് വിക്ടോറിയ കോളേജിലെ നെന്മാറ നിയോജക മണ്ഡലത്തിലെ EVM മെഷീനുകൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂം അല്ലെങ്കിൽ അതിൻ്റെ സമീപത്തുള്ള റൂം തുറക്കാനുള്ള നീക്കമുണ്ടായത്. ഇതിന് പിന്നാലെ വലിയ പ്രതിഷേധം ഉയർന്നു. തുടർന്ന് രാഷ്ട്രീയ പാർട്ടികൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിവരമറിയിച്ചു. ഇതിന് പിന്നാലെയാണ് വളരെ നിർണായകമായ ഒരു ഉത്തരവ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത്. സ്ട്രോങ് റൂമുകളിലെ അല്ലെങ്കിൽ EVM മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്ന ആ കെട്ടിടത്തിലെ ഒരു മുറികളും തുറക്കേണ്ടതില്ല. അത് സ്ട്രോങ് റൂം ആണെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുറികളാണെങ്കിലോ, സീൽ ചെയ്ത മുറികളാണെങ്കിലോ സീൽ ചെയ്യാത്ത മുറികളാണെങ്കിലോ ഒരു മുറികളും തുറക്കേണ്ടതില്ല. മെയ് 4 വരെ, വോട്ടെണ്ണൽ കഴിയുന്നതുവരെ ഒരു തരത്തിലുള്ള ഇടപെടലുകളും ഈ EVM മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളിൽ, വോട്ടെണ്ണൽ യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളിൽ നടത്തരുത് എന്നുള്ള കർശനമായ നിയന്ത്രണമാണ് അല്ലെങ്കിൽ കർശനമായ താക്കീതാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജില്ലാ കളക്ടർമാർക്ക് നൽകിയിരിക്കുന്നത്. ശരി രഞ്ജിത്ത്, വിവരങ്ങൾ വ്യക്തമാണ്. സംസ്ഥാനത്തെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ ഓരോ മുറികളും തുറക്കരുത്, സീൽ ചെയ്യാത്ത മുറികൾക്കുൾപ്പെടെയാണ് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിർണായക ഉത്തരവ്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തലസ്ഥാനത്ത് നിന്നും രഞ്ജിത്ത് അമ്പാടി.